എല്ലാവർക്കും ശ്രീസ് ഗ്യാലറിയിലേക്ക് സ്വാഗതം. ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു ടിപ്സാണ്. ഇത് നമ്മുടെ ഇഡലിക്കും ദോശയ്ക്കും ഉപയോഗിക്കുന്ന മാവാണ്. അപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഇത് പുളിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് ഞാൻ എളുപ്പം പുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ ഈ മാവ് ഒരു കുക്കറിനകത്താണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ 2 പ്രാവശ്യമായിട്ടൊക്കെ ആയിരിക്കുമല്ലോ അരയ്ക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് കുക്കറിനകത്ത് നന്നായിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം ഇതുപോലൊരു തുണി എടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഒരു പഴയ ടീഷർട്ടാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ മാവ് ഞാൻ ഇതിനകത്തേക്ക് വെക്കുകയാണ്. വെച്ച് നന്നായി പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ നന്നായി പൊതിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ ഒരു പോളിത്തീൻ കവറിലേക്ക് നമുക്ക് പൊതിഞ്ഞ് വെക്കാവേ. നമ്മൾ ഇത് പോളിത്തീൻ കവറിനകത്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇനിയും ഇത് ഒരു കവറിലൂടെ വെക്കാം. അത് നിങ്ങൾക്ക് ഇതേ സെയിം പോളിത്തീൻ കവറിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വിക് ഷോപ്പറിലോ വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നലെ നമ്മളിത് പാക്ക് ചെയ്ത് വെച്ച മാവാണ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം പുളിച്ച് പൊങ്ങിയിട്ടുണ്ടോ. ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. നോക്കിക്കേ, കേട്ടോ, നന്നായി പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മാവ് പുളിച്ച് പൊങ്ങുന്നില്ല എന്ന് പറയുന്നവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്കിത് കൊണ്ടൊന്ന് ദോശ ഇട്ട് നോക്കാം. ആദ്യം നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ദോശ ചുടുക. കണ്ടോ, നന്നായി പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാവേ. അപ്പം ഇനി ഈ മാവ് ഓക്കെ ആണോ എന്ന് നമുക്ക് ദോശ ചുട്ട് നോക്കാമേ. കുറച്ച് നെയ്യും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ല മൊരിച്ച് അടിപൊളി ദോശയാക്കി നമുക്ക് എടുക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഏത് കഴിക്കാത്ത കുട്ടികൾ വരെ ഇത് കഴിക്കും കേട്ടോ. കുട്ടികൾക്ക് നെയ്യൊക്കെ ചേർത്ത് നല്ല മൊരിച്ച് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ദോശ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. റെഡ് കളർ വന്നേക്കുന്നത് കണ്ടില്ലേ. അപ്പം നമ്മുടെ ഈ ടിപ്പ് ഓക്കെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.